മഞ്ഞ ഇലയുണ്ടല്ലോ, പഴുത്ത ഇല. അപ്പോൾ അത് നമുക്ക് കളയണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതിൻ്റെ നടുകത ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാറാലയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് കേട്ടോ, അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാറാല അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ പഴയ കമ്പോ അതല്ലെങ്കിൽ നമ്മുടെ മാറാലയുടെയൊക്കെ പഴയ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിത് വെച്ചിട്ട് നമുക്ക് മാറാലയൊക്കെ അടിക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കണ്ട് ഇതേപോലെ ഒരേ അളവിലൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 3-4 പീസ് എടുക്കുക. അപ്പോൾ എല്ലാ ഇലയും ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതേപോലെ പഴയ മോപ്പിൻ്റെയൊക്കെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്നെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ചിരട് വെച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിച്ചാണ് വെച്ച് കൊടുക്കുന്നത്, ഇപ്പോൾ ഓരോന്നായിട്ടല്ല. അപ്പോൾ ഇത് ഇതേപോലെ അടുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 ഇല ഇതേപോലെ അടുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനകത്ത് ഉണ്ടോ, ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ പഴുത്ത ഇല പോലും നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഉപയോഗമുണ്ട്. നമ്മുടെ നമ്മുടെ മാറാലയൊക്കെ അടിക്കുന്ന സ്റ്റിക്ക് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. കാരണം ബ്രഷൊക്കെ ആകുമ്പോഴത്തേനും അതിനകത്ത് മാറാലയൊക്കെ ഇരുന്നാൽ നമുക്കത് ക്ലീൻ ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനൊക്കെ പാടുള്ളവർ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഒന്ന് ചിലന്തിയില അടിച്ച് എല്ലായിടത്തും ഒന്ന് ചിലന്തിയില അടിച്ച് നമുക്കിത് കളയുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചരട് വെച്ച് കെട്ടി കൊടുക്കുക, അതല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വരിഞ്ഞ് മുറുക്കി കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു വാഴ മുറിച്ചാൽ പോലും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനമുണ്ട്. കാരണം അതിൻ്റെ വാഴ ഇലയാണെങ്കിലും പിണ്ടിയാണെങ്കിലും പിണ്ടിയുടെ അതിൻ്റെ ആ ഒരു തണ്ടാണെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടോ ചിലന്തി മാറാലയൊക്കെ അടിക്കാനൊക്കെ വളരെ ഈസിയാണ്. ഫാനിലാണെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അതേപോലെ നമ്മുടെ സൺഷെയ്ഡിൻ്റെ മുകളിലൊക്കെ ചിലന്തിയിലൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചെടുക്കാം. ഇതേപോലെ ആക്കി കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ചെടികൾ, നമ്മുടെ ഫ്ലവറുകളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിനകത്തൊക്കെ നമുക്ക് മാറാല പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് അടിക്കുകയാണെങ്കിൽ അതൊന്നും ചീത്തയാവില്ല. ആ ഫ്ലവറൊന്നും ചീത്തയാവാതെ നമുക്ക് മാറാല അടിച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ മറ്റേ ബ്രഷ് വെച്ചൊക്കെ അടിക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ലീഫൊക്കെ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പം ഇതേപോലെ ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ചിലന്തി മാറാല അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഉപകാരപ്രദമാണ്. ഇതുപോലെ പഴുത്ത ഇല പോലും നിങ്ങൾ കളയണ്ട, ഇതുപോലെ ചെയ്യുക. ഇനി നമുക്ക് ഈ ഇല വെച്ചിട്ട് തന്നെയും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ ഇതേപോലെ ഉണ്ടോ കബോർഡിൻ്റെ അടിയിലൊക്കെ ചിലന്തി ഇല അടിക്കാം.